സുഹൃത്തുക്കളെ, ഞങ്ങളൊരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ വീഡിയോ കണ്ടോളി, നല്ല ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. ഓക്കെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അല്ലേ നാഗർകോയിൽ എക്സ്പ്രസ് ഞങ്ങൾ വന്നത്. ഇപ്പം ആ സമയം 6:30 ഞങ്ങളുടെ യാത്രകൾ ഇനിയാണ് കാണാൻ പോകുന്നത് അല്ലേ? അതെ, ഇവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കണം അല്ലേ? 4:30 വന്നിട്ട് 6:30 തമ്പാനൂർക്ക് ട്രെയിനിൽ പോകുള്ളൂ. അതെ, എന്താണ് നിക്കണത്? ഈ ട്രെയിൻ വാങ്ങാൻ നിക്കണോ? भैया चाय पिएगा? आपको चाय चाहिए? वो भाई वो बड़ा भाई है, वो उसका पास पैसा बहुत ज्यादा है. നേരം വെളുത്തു. ഇനി അടുത്ത പരിപാടി എന്താ? അപ്പൊ ഞങ്ങളിവിടെ എന്താ പറയാ, ഞങ്ങൾ ഇനി തമ്പാനൂർക്ക് പോവാണ് അല്ലേ? പേട്ട കഴിഞ്ഞിട്ട് തമ്പാനൂർ. അപ്പൊ ഞങ്ങൾ തമ്പാനൂർ പോയിട്ട് ഒരു പരിപാടി ഉണ്ട്, അതാണ് ഞങ്ങളെ പരിപാടി. എന്താ എന്റെ പരിപാടി? ഉറങ്ങി നീച്ചാച്ചി कहाँ पोने? आपका इंडिया? हिंदी कहाँ से? आसाम से. आसाम से. वो नया वीडियो बनाया, मैं यूट्यूबर है. मुश्किल क्या है भाई? आपका काम क्या है? बिल्डिंग का काम है. हाँ, दस कितना साल होगा केरला से? 3 साल. मलयालम आता है? पता नहीं. മറ്റേ ആസാമില്ലാട്ടോ, നമ്മളെ കേരളത്തിൽ പണിക്ക് വന്നിട്ടാണ്. ചായ 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 അപ്പൊ ചായ ഒന്നും വേണ്ട. പോണ് കാശിലാകത്തോ? കന്യാകുമാരി. കന്യാകുമാരി കാമുതര. അപ്പൊ കന്യാകുമാരിക്ക് പോകണം. എന്താ ജോലി? ഒരു മറ്റേ പ്ലൈവുഡിന്റെ കമ്പനിക്ക്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് പങ്കജകസ്തൂരി എന്ന സ്പോട്ടിലേക്കാണ്. എന്തിനാ പോകുന്നത് വെച്ചാൽ ട്വിസ്റ്റാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പോണണ്ടാല് തമ്പാനൂരിന്റെ പ്രസിഡന്റ് ഓനാണിത്. ബാഗില് ഒരു ഹെൽമെറ്റ് പിടിച്ചാൽ പോയി പോണ്. അതെ, തമ്പാനൂര് സ്റ്റേഷനൊക്കെ അടിപൊളിയാണല്ലോ, ഭയങ്കര ക്രൗഡാണല്ലോ അല്ലേ? പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ആദ്യം പോകുന്നത് ബസ് സ്റ്റേഷനിലേക്കാണ്. ഞങ്ങൾ കാട്ടാക്കട എന്ന സ്പോട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എങ്ങട്ടാ? കാട്ടാക്കട. അപ്പോൾ കാട്ടാക്കടയിലേക്ക് എത്ര? 60 രൂപ. 30 എത്ര കിലോമീറ്റർ? രാവിലെ തന്നെ ഇന്ന് ബസ്സിലൊക്കെ ആളുകളില്ല, കാലിയാണ്. തിരുവനന്തപുരം മറ്റേ തമ്പാനൂര് മുതൽ കട്ടാക്കട വരെ 20 കിലോമീറ്റർ അല്ലേ? എങ്ങോട്ട് പോകണമെന്നല്ലേ, അത് ട്വിസ്റ്റാണ്, ലാസ്റ്റ് പറയാം. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ അമ്പലത്തിൽ നല്ല അടിപൊളി ഗീതം അത് കേട്ടിട്ട് യാത്ര ചെയ്യാൻ വളരെ എന്താ പറയുക, വളരെ ഒരു ഫീലാണ്. ഇനി പങ്കജകസ്തൂരിയോ പങ്കജകസ്തൂരി കട്ടാക്കടയിൽ പങ്കജകസ്തൂരി പങ്കജകസ്തൂരി പ്രീത്തീസി അവിടെ നിൽക്കുകയാണ്. ഞങ്ങളുണ്ടോ ചങ്ങായിയോട് വരാനൊക്കെയാണ് ഇന്നാണ് ഞങ്ങളെ പരിപാടി. എൻ്റെ ഒപ്പമുള്ള വാവ OLX കണ്ടൊരു ബൈക്കാണിത്. ഏതെടുക്കാനാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. ഞാൻ ഇവനോട് പറഞ്ഞു നല്ല അടി നാട്ടിൽ കിട്ടും, എന്തിനാണ് ഇത്രയും ദൂരെ കൂടി ഇങ്ങോട്ട് പോരുന്നത്, നീ എൻ്റെ കൂടെ പോരി, എനിക്കൊരു യാത്രയും ആവും, എനിക്ക് പറ്റിയൊരു വണ്ടിയാവും. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ വണ്ടി കച്ചവടം അടിച്ചുട്ടോ. PJ ട്രാവലിക്കിൻ്റെ ഫുൾ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞിട്ടാണ് PJ ട്രാവലിക്ക് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ 10 പൈസക്കില്ല, അവരെ കുറ്റം പറയല്ല, ഒരാട്ട പോലത്തെ പൊറാട്ടയാണ് കഴിച്ചത്. എവിടെ ചെന്നാലും ഇതാണ് സ്ഥിതി. കുറഞ്ഞ ചെലവിൽ ഫുഡ് കിട്ടുന്ന മലപ്പുറം ജില്ല. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? PJ ട്രാവലിക്കിൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല, 2 വണ്ടിയും ഇനിയും പൊക്കാനുണ്ട്, ട്വിസ്റ്റുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബായ്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക.